ഇവർ വിവാഹിതരായ സീരിയലിന്റെ പുതിയ എപ്പിസോഡില് അംബിക വല്ലാതെ ഇമോഷണൽ ആയിക്കൊണ്ട് പറയാൻ വേദനിച്ചുകൊണ്ട് പറയും, നീ എന്റെ ചേട്ടന്റെയും മകളല്ല. ഭൂമി അങ്ങ് ഞെട്ടും. എന്നാലും ഭൂമി അറിയും അമ്മ ഇപ്പോഴും അഭിനയിക്കുക. അമ്മയ്ക്ക് നുണ പറഞ്ഞ ശീലം ഉള്ളതുകൊണ്ടാ. തമാശയ്ക്ക് പോലും അമ്മ ഇങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോള് കഴിഞ്ഞ ഒരു മാസമായി നമ്മുടെ വീട്ടിൽ നടന്ന സംഭവങ്ങൾക്കൊന്ന് ഓർത്തു നോക്കിയേ. അച്ഛൻ പലപ്പോഴും മൂകനായിട്ടിരിക്കും, പലപ്പോഴും ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയിരിക്കും. എത്ര വിളിച്ചാലും ചോദിച്ചാലും ഒന്നും പറയില്ല. ഭൂമിയെ ഒന്ന് പേടിക്കുന്നുണ്ട്. ഞാനും ചോദിച്ചിരുന്നു. അച്ചേട്ടനെ പറയാൻ പറ്റില്ല. പാവം സ്വയം അനുഭവിക്കായിരുന്നു. ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞങ്ങളുടെ ഇരുണ്ടടഞ്ഞ ജീവിതത്തിലേക്ക് വെളിച്ചമായിട്ട് ഒരു കുഞ്ഞു മാലാഖ വന്നു. ആ വെളിച്ചത്തിന് ഞങ്ങൾ ഭൂമിന്ന് പേരിട്ടു. ആ ഭൂമിയിലായിരുന്നോ പിന്നെ ഞങ്ങളുടെ സന്തോഷവും ദുഃഖവും എല്ലാം. അന്ന് രാത്രി തന്നെ കയ്യിൽ കിട്ടിയതെല്ലാം വാരിയെടുത്ത് കാറും എടുത്ത് ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചതും ഏറ്റവും കൂടുതൽ പേടിച്ചതും നിന്നെ കിട്ടിയത് മുതലാ. ആദ്യ നാളെ അച്ചേട്ടൻ സന്തോഷം കൊണ്ട് ഇവിടെ നിന്നല്ലെന്ന് തോന്നിയിട്ടുണ്ട്. എപ്പോഴും നിന്നെയും കൂട്ടി കാറിൽ ഇങ്ങനെ ചുറ്റും. കാറിന്റെ ലോകത്തെ കളിയും ചിരിയും. പക്ഷേ നീ വളരും തോറും ആ സന്തോഷങ്ങളെല്ലാം പതുക്കെ പതുക്കെ അത് പേടിയാവാൻ തുടങ്ങി. ഇന്നെങ്കിലും ഒരിക്കൽ നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും തേടി വരുന്നുള്ള പേടി, ആ ഭയം തോന്നി തുടങ്ങിയ നിമിഷം മുതൽ നിന്നെയും കൊണ്ട് ഓട്ടമായിരുന്നു. നിന്നെ നഷ്ടപ്പെടുന്നുള്ള പേടിയായിരുന്നു. ഭൂമിക്കാണെങ്കിൽ ഇതൊന്നും നിൽക്കാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയില് മുഖത്ത് പോലും നോക്കാണ്ട് തിരിഞ്ഞു നിൽക്കാട്ടോ. നെഞ്ചിലെരിയുന്ന തീക്കനലുകൾക്ക് മീതെ നിന്നെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള നെട്ടോട്ടം. ആ ഓട്ടത്തിന്റെ അവസാന കുറച്ചു ദിവസം മുന്നേ കണ്ടത്. ഭൂമിക്ക് ശ്വാസം നിൽക്കുന്ന പോലെ ശ്വാസം എടുക്കാനൊന്നും പറ്റണില്ല. ആരാ എന്ന് ചോദിക്കാൻ പോലും ഭൂമിക്ക് പറ്റുന്നില്ല. നിന്നെ നഷ്ടപ്പെടുന്നുള്ള പേടി മാത്രമായിരുന്നില്ല, വെറും ഒരു സ്നേഹമായിരുന്നില്ല. ഭയവും സ്നേഹവും എല്ലാം കലർന്നൊരു ഭ്രാന്ത്. ആ ഭ്രാന്തിൽ നിനക്ക് കാവലായിട്ട് നിന്റെ അച്ഛനിരുന്നു. അച്ഛനെന്ന അവകാശമായിട്ട് ആരെങ്കിലും വരുമെന്ന് ഭയന്ന് നാട് വിട്ടു പോകാന്ന് തീരുമാനിച്ച പിറ്റേ ദിവസം ഡോക്ടറെ കണ്ടുവന്ന അച്ചുവേട്ടൻ, അംബികെ, നമ്മളെ മോൾ എന്നെ തോൽപ്പിച്ച് കളഞ്ഞടി എന്ന് പറഞ്ഞു. അച്ചുവേട്ടന് ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ട് വന്നതാ. തനിക്കിനി ഒരു ജീവിതം ഇല്ലെന്ന് അറിഞ്ഞപ്പോഴാ മോളെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കാനിരുന്നത്. അതാരാണെന്ന് പറയുന്നതിന് മുന്നേ പോയി. ഭൂമിയെ ഒരു പേടിച്ചുകൊണ്ട് ഞെട്ടലോടാ അംബികനെ നോക്കിയിട്ട് വയ്ക്കും. അമ്മ പറഞ്ഞതെല്ലാം കളവല്ലേ? എന്നോട് എന്താ അല്പമെങ്കിലും ദയ കാണിക്കാത്തത്? പറഞ്ഞതെല്ലാം കള്ളല്ലേ? ഞാൻ എന്ത് തെറ്റാ അമ്മ ചെയ്തത്? അമ്മ എന്തിനാ ഇപ്പൊ ഇതെന്നോട് പറഞ്ഞത്? അമ്മയ്ക്ക് പറയാണ്ടിരിക്കായിരുന്നില്ലേ? അമ്മേ എന്ന് വിളിക്കുമ്പോ അംബിക നോക്കൂലട്ടോ. അമ്മേ പറയമ്മേ, എന്നോട് പറഞ്ഞതൊക്കെ കള്ളല്ലേ? അംബിക ഒന്നും മിണ്ടാതെ ആ കണ്ണീരൊക്കെ തുടച്ചിങ്ങനെ മരവിച്ച അവസ്ഥയിൽ നിൽക്കാട്ടോ. അപ്പോഴേക്കും മതി മതി സമയായി. അമ്മേ പറയമ്മേ, പറയമ്മേ, എന്നോട് കള്ളാണെന്ന് അമ്മ പറഞ്ഞതല്ല കള്ളാണെന്ന് പറ. അപ്പോഴേക്കും അംബിക അവിടുന്ന് നടന്നു പോകുമ്പോ, പോവല്ലമ്മേ, പറ, കള്ളാണെന്ന് പറയമ്മേ പ്ലീസ്. ഭൂമിയെ അവിടുന്ന് വിളിച്ചലറി ചോദിക്കണേ. അംബികയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. അവിടെ മാറി നിന്ന് അവിടുന്ന് സമയം കഴിഞ്ഞല്ലോ. പൊട്ടി പൊട്ടി കരയാട്ടോ സങ്കടത്തോടെ. ഇതേപോലെ തന്നെ ഭൂമിയും വല്ലാത്തൊരവസ്ഥയിൽ എങ്ങനെ പറയണം എന്നറിയില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ തൊലയ്ക്ക് കടിച്ച് അവിടെ ഇങ്ങനെ വേറൊരു മരവിച്ച മനസ്സായി തളർന്നുപോയി അവിടെ ഇരിക്കും. പിന്നീട് ഭൂമി അവിടെ നിന്ന് ഇറങ്ങിയാട്ടോ. ഇറങ്ങിയപ്പോഴും ഒരു യാന്ത്രികം പോലെ അങ്ങനെ നടന്നു പോവുകയാണേ, എവിടേക്കൊന്നില്ലാതെ. അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് വീണ്ടും ഭൂമി ഇത് തന്നെ ആലോചിക്കട്ടെ. ഇല്ല, അമ്മ പറഞ്ഞത് സത്യമല്ല, ഞാനിത് വിശ്വസിക്കില്ല. എന്തിനാ എന്തിനായിരിക്കും അമ്മ ഇങ്ങനെ പറഞ്ഞത്? എല്ലാ സങ്കടങ്ങളിൽ നിന്നും എന്നെ രക്ഷിക്കാനാണോ? ഭൂമി ഇങ്ങനെ റോഡ് സൈഡിൽ നിൽക്കടെ. സമയം ഇങ്ങനെ പോകുന്നുണ്ട്. ഭൂമി വിചാരിക്കും, എന്റെ പേര്, എന്റെ കുടുംബം, എന്റെ ഓർമ്മകൾ എല്ലാം ഒരു നുണയായിരുന്നു. ഇത്രയും നാള് ഞാൻ എന്റെ അമ്മയുടെ നെഞ്ചിലും മടിയിലും അല്ലേ തലചാച്ചി കിടന്നത്. അച്ഛന്റെ കൈ പിടിച്ചല്ലേ ഈ വഴികൾ അത്രയും നടന്നത്. ഞാൻ നിങ്ങളുടെ മകള് തന്നെയാ. എന്നെ താലോലിച്ച് വളർത്തിയത് നിങ്ങളാണ്. കാലിടറി വീണപ്പോ പിടിച്ചു നിർത്തിയതും നിങ്ങളാ. ചെറിയൊരു പനി വന്നപ്പോ ഉറങ്ങാതെ കാവലിരുന്നതും, ഞാൻ കരഞ്ഞപ്പോ എന്റെ കണ്ണീര് തുടച്ചതെല്ലാം നിങ്ങളാ. എന്നിട്ട് എന്തിനാ അമ്മേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത് എന്നൊക്കെ ആലോചിച്ചാണ് ഭൂമി ആ റോട്ടിലൂടെ നടക്കുന്നത്. ഞാൻ നിങ്ങളുടെ മകളല്ലെന്ന് നിങ്ങൾ എത്ര പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ മകളല്ലാതാവുന്നില്ല. ഇനി എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ ഒരേ ഒരു ആളേ ഉള്ളൂ, അത് നിങ്ങളാണ്. എന്നെ ഇനി ഇങ്ങനെയൊന്നും പറയല്ലേ. എന്നെ ഈ ഭൂമിയിൽ ആരും ഇല്ലാത്തവളാക്കി മാറ്റല്ലേ. അങ്ങനെ ആലോചിച്ച് സങ്കടത്തോടു കൂടെ ഭൂമി വീട്ടിലെത്തിയിരിക്കാട്ടോ. വീട്ടിലെത്തിയിട്ടും ഭൂമിയുടെ വിഷമവും ഈ ആലോചനയും മാറിയിട്ടില്ല. ആ കാറിനെ ഇങ്ങനെ നോക്കൂട്ടോ. എന്നിട്ട് ഭൂമി ആ കാറിന്റെ അടുത്തേക്ക് പോകും. ഇപ്പൊ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ട്. ആ കാറ് തൊട്ടിട്ട്, അച്ഛാ, ഞാൻ കുഞ്ഞായിരുന്നപ്പോ അച്ഛന്റെ മടിയിലിരുന്ന് ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് എത്രയോ തവണ സ്കൂളിൽ കൊണ്ടുവിട്ടിട്ടുണ്ട്. ഓർമ്മയുണ്ടോ എന്റെ അച്ഛന്? ഞാൻ സ്റ്റിയറിംഗിൽ പിടിച്ച് അതിലെ പോണം ഇതിലെ പോണം എന്നൊക്കെ വാശി പിടിക്കുമ്പോ എന്റെ രാജകുമാരിക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ ഒക്കെ കൊണ്ടുപോവാന്ന് പറഞ്ഞ് അച്ഛൻ ആ വഴിയിലൂടെ ഒക്കെ ഓടിക്കും. അതുകൊണ്ട് പലപ്പോഴും സ്കൂളിലെത്താൻ വൈകും. ക്ലാസ് ടീച്ചറുടെ കയ്യിൽ നിന്ന് എനിക്ക് മാത്രമല്ല അച്ഛനും വഴക്ക് കിട്ടും. അപ്പൊ എന്റെ അച്ഛൻ ചിരിച്ചോണ്ട് പറയും, എന്റെ മോള് പറഞ്ഞ വഴിയിലൂടെ വണ്ടി ഓടിച്ചതുകൊണ്ടാ ലേറ്റ് ആയതെന്ന്. എന്റെ മോൾ എന്ത് ആഗ്രഹം പറഞ്ഞാലും അത് സാധിച്ചു കൊടുക്കുന്നു. എന്നിട്ടുള്ള അച്ഛൻ്റെ ആ ചിരി ഉണ്ടല്ലോ, മോളോടുള്ള സ്നേഹം നിറഞ്ഞ ആ ചിരി, അത് ഞാൻ ഇപ്പോഴും കാണുന്നുണ്ട്. ഞാന് അത് അനുഭവിക്കുന്നുണ്ട്.
ഇന്ന് അമ്മ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും മകളല്ലെന്ന്. തെരുവിൽ കിടന്ന എന്നെ നിങ്ങൾ എടുത്തോണ്ട് വന്നതാണെന്ന്. ആണോ അച്ഛാ? സത്യാണോ? എന്താ ഒന്നും മിണ്ടാത്തത്? സത്യാണോ അമ്മ പറഞ്ഞത്? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ വിശ്വസിക്കുന്നേ? നിങ്ങളുടെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഒരച്ഛന്റെ അമ്മയുടെ സ്നേഹമായിരുന്നു. നിങ്ങളത് അഭിനയിക്കായിരുന്നു എന്ന് പറഞ്ഞാ ഞാനത് വിശ്വസിക്കില്ല. ഒരച്ഛനും അമ്മയും മകളെ ഇതുപോലെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെ കയ്യിലും ഒക്കത്തും ചുവരിലും ഒക്കെ കൊണ്ടു നടന്നിട്ടുണ്ടാവില്ല. ഞാൻ അനാഥയല്ല അച്ഛാ, അനാഥയല്ല. എന്റെ അച്ഛൻ അച്യുതനാണ്, അമ്മ അംബികയും. രണ്ടുപേരും എനിക്കുണ്ട്. പിന്നെ ഞാൻ എങ്ങനെ അനാഥയാകും? ദാ അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലേ അമ്മ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. ഞാൻ നിന്റെ അമ്മയില്ലെന്ന് പറഞ്ഞാ ഞാൻ പെറ്റമ്മ അന്വേഷിച്ചു പോകുന്നായിരിക്കും അമ്മ കരുതിയത്. അമ്മ ജയിലിലാണല്ലോ, അവിടെ നിന്ന് ഇറക്കാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടേ നമ്പർ ഇറക്കിയതായിരിക്കും. അമ്മയല്ലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തിരിഞ്ഞു നോക്കില്ലല്ലോ. അമ്മ എന്തൊരു മണ്ടിയല്ല അച്ഛാ. ഭൂമി ആരെങ്കിലും ഇട്ടിട്ട് പോവോ? ഈ ഭൂമിയെ കുറിച്ച് അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ? അമ്മ എന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ അങ്ങനെ വിടും അമ്മേ? എന്നെ അകറ്റാൻ വേണ്ടിയാണ് അമ്മ അങ്ങനെ പറഞ്ഞതെങ്കിൽ അമ്മ തോറ്റു. ഇനി എന്ത് വില കൊടുത്തും ഞാൻ എൻ്റെ അമ്മയെ ജയിലിൽ നിന്ന് പുറത്തിറക്കും. അതിന് എത്ര ക്യാഷ് വേണമെങ്കിലും ഇറക്കും. ഏതറ്റം വരെ വേണമെങ്കിലും പോകും. ഈ ഭൂമിക്ക് ജീവനുണ്ടെങ്കിൽ എൻ്റെ അമ്മ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. ഈ മോളോടൊപ്പം ഈ വീട്ടിൽ തന്നെ ഉണ്ടാവും അമ്മ. എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുന്നിടത്താണ് ഈ ഭാഗം കഴിയുന്നത്. അപ്പൊ ഇനി അടുത്ത ഭാഗത്തിനായിട്ട് കാത്തിരിക്കാം. റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്